Good morning. Okay, കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ നിങ്ങള്? അതിനൊരു റിപ്ലൈ കാണുന്നില്ലല്ലോ. വായിച്ചാർക്കാം. ശരണ്യ ഇവിടെ അടിച്ചിട്ടുണ്ട്. എനിക്കറിയാലോ, ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചു വെക്കുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അതിൽ ഒന്നാമത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞു അല്ലെ? ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ 3 രീതിയിലാണ് അല്ലെ? 3 തരത്തിൽ പറഞ്ഞു. ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച് അല്ലെ? നമുക്ക് എന്താ ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച്. രണ്ടാമത്തത് അതായത് അവരുടെ സ്വഭാവം അനുസരിച്ച്, ബിഹേവിയർ അനുസരിച്ച് ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തേക്കുന്നു. രണ്ടാമത് നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ് അല്ലെ? ആ ടെസ്റ്റുകളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തില്. മൂന്നാമത്തെ സി എന്ന് പറയുന്നത് ഏതാണ്? ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റുകൾ. അപ്പൊ അതിന് ഫസ്റ്റത്തെ നമ്മളെ ബിഹേവിയർ അനുസരിച്ച് തന്നെ വീണ്ടും നമ്മൾ അതിനെ എത്രയായിട്ട് 3 തന്നെ 4 അല്ലെ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓരോന്ന് നോക്കാം കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റിനെ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിന് ഫസ്റ്റത്തെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താ? ട്രൈ ടു ടെസ്റ്റ് യുവർ എബിലിറ്റി. എന്താ ടെസ്റ്റ് ചെയ്യണേ? നമ്മുടെ എബിലിറ്റി ആണ്, നമ്മുടെ കഴിവുകളാണ്. എന്തിന്? ടു ക്യാരി ഔട്ട് ദ ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻ ആൻഡ് വർക്ക്. ആ ഒരു ടാസ്ക് നടപ്പിലാക്കുന്നതിനും പിന്നെ ആ വർക്കില് ആ ഒരു സിറ്റുവേഷനില് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെ? നമ്മൾ പലരും പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പർട്ടിക്കുലർ ആ സിറ്റുവേഷനില്, ആ വർക്കില്, ആ പർട്ടിക്കുലർ സിറ്റുവേഷനില് എങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ അത് ടാസ്കുകൾ നടപ്പിലാക്കും എന്ന് കാണിക്കുന്ന നമ്മുടെ എബിലിറ്റി, നമ്മുടെ കഴിവാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി, നമ്മുടെ എബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ട്രൈ ടു ടെസ്റ്റ് യുവർ എബിലിറ്റി. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. നെക്സ്റ്റ് നോക്കിയേ, അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേട്ടം അല്ലെ? നേട്ട പരിശോധന. എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഇവാലുവേറ്റ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽസ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. ഡെവലപ്പ് നോളേജ്, നമ്മുടെ നോളേജ്, നമ്മുടെ അറിവുകള്, നമ്മുടെ കഴിവുകള് എന്തിനു ശേഷം? ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. അപ്പൊ ചിലപ്പോൾ വരുമ്പോ അത്ര വലിയ ഇതൊന്നും ഉണ്ടാകുന്നില്ലായിരിക്കാം. എന്നിട്ട് അവർക്ക് നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ അല്ലെ, ആ പർട്ടിക്കുലർ ട്രെയിനിങ്ങിന് ശേഷം അവരുടെ നോളേജ്, സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എത്രത്തോളം ഡെവലപ്പ് ചെയ്തു അത് പരിശോധിക്കുന്നത്, അത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അച്ചീവ്മെന്റ് ടെസ്റ്റിൽ എന്താ? ഒരു പർട്ടിക്കുലർ ട്രെയിനിങ്ങിന് ശേഷം നമ്മുടെ എന്ത് ചെയ്യുന്നു? നോളജ് എത്രയായി, നോളജ് കൂടിയോ അല്ലെങ്കിൽ കഴിവുകൾ കൂടിയോ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇറ്റ് ഇവാലുവേറ്റ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. അടുത്ത നോക്കിയേ, പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വ പരിശോധനയാണ്. പേഴ്സണാലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ? പേഴ്സണാലിറ്റി ടെസ്റ്റ് is mainly assess human personality. അണ്ടർലൈൻ ചെയ്തേ. ഇതെന്താ അസസ് ചെയ്യുന്നത്? നമ്മുടെ ഹ്യൂമൻ പേഴ്സണാലിറ്റി ആണ്, ഓരോ വ്യക്തികളെയാണ് അല്ലെ? വ്യക്തിത്വ പരിശോധനയാണ്. Personality testing and assessment refers to technique designed to measure characteristics, pattern of trait. Trait എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങള്. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 22 പേരുണ്ട് അല്ലെ? അതിൽ 22 കുട്ടികൾക്കും എന്താണ്? പല സ്വഭാവമായിരിക്കൂലേ? സ്വഭാവങ്ങൾ വ്യത്യാസം ഉണ്ടാവില്ലേ? ഇല്ലേ?
അതാണ് ദാറ്റ് പീപ്പിൾ ഷോ അക്രോസ് വേരിയസ് സിറ്റുവേഷൻ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ ഈ എന്താണ് അവിടെ നമുക്ക് ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നു. അപ്പൊ ആ സിറ്റുവേഷനിൽ ഞാൻ പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കില്ല വേറെ കുട്ടി അതിനകത്ത് പ്രതികരിക്കുന്നത് അല്ലെ. അതാണ് ആ വേരിയസ് സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ, അത് ഓരോരുത്തർ പേഴ്സണൽ ആണ് അല്ലെ, പേഴ്സണാലിറ്റി ആണ്, അതാണ് അവര് ടെസ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, വ്യക്തിത്വ പരിശോധന പല സിറ്റുവേഷൻസില് അല്ലെ. അപ്പൊ അവിടെ ഓരോ വ്യക്തികളും കാണിക്കുന്ന സ്വഭാവ സവിശേഷതകള് അത് അളക്കുന്നതിന് വേണ്ടിയിട്ട്, അത് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഏത്, അങ്ങനെയുള്ള ടെക്നിക്കുകളാണ് ഏതെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളെയാണ് പരിശോധിക്കുന്നത്. ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവരെങ്ങനെ അത് പെരുമാറുന്നു അല്ലെങ്കിൽ അവരതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ്. ക്ലിയർ ആയോ പേഴ്സണാലിറ്റി ടെസ്റ്റ്? അടുത്തത് നോക്കിയേ, നാലാമത്തെ ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് പലർക്കും പല ഇതിനോടായിരിക്കും താല്പര്യം അല്ലെ. ഇൻട്രസ്റ്റ് അവിടെ പരിശോധിക്കുന്നത്. ഇപ്പൊ എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താ പറയാ, എന്റെ ഒരു ജോലിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ, എനിക്കൊരു എന്താ പറയാ താല്പര്യം ഉണ്ട്, എന്റെ ഒരു പാഷനാണ് അത് എന്ന് പറയാം. അപ്പൊ നമുക്ക് അത് എന്താ നമ്മുടെ ഓരോരുത്തർക്കും ഉണ്ടാവും ആ തൊഴിലിനോടുള്ള ഇൻട്രസ്റ്റ്. അങ്ങനെ ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാ നമുക്ക് ആ ഒരു ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, അതെനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് അത് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും അവിടെ പെർഫോമൻസ് കൂടുതലായിരിക്കൂലേ. നമുക്കൊരു താല്പര്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇതിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മേഖലയിലാണെങ്കിൽ, രനീഷ് ഇവിടെ ഇട്ടേണ്ട കേട്ടോ, ഗുഡാണ്, അങ്ങനെ ഇട്ടേണ്ട എഫക്റ്റീവ് ആണ് അല്ലെ, നല്ല രീതിയിലായിരിക്കും. അതാണ് it determines a person's preference for specific field or activities. ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക മേഖലകളിലോ പ്രവർത്തനങ്ങളിലോ ഉള്ള മുൻഗണനകള്, അതാണ്. അതായത് അവർക്ക് ഇൻട്രസ്റ്റ് ആണ് അവിടെ നോക്കുന്നത്. ഓക്കെ, ഒരു പ്രവർത്തനങ്ങളോടുള്ള അവർ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മുൻഗണനയാണ് അത് പറയുന്നത് കേട്ടോ. ആ ജോലിയോടുള്ള താല്പര്യം അളക്കുന്നത്, ആ ജോലിയോടുള്ള ഒരു താല്പര്യം അളക്കുന്നത്. പേജ് നമ്പർ 1 ഐശ്വര്യക്ക് ഇട്ടുകൊടുത്തേ, 22 കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ 4 ടെസ്റ്റുകളാണ് പറയുന്നത്. അത് 4 ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും നോക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കി, ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്. കണ്ടോ, ആ ടെസ്റ്റുകളുടെ ഉപയോഗ രീതി അനുസരിച്ച് നമുക്ക് വീണ്ടും ആ ടെസ്റ്റുകളെ നമുക്ക് എത്രയാ 3 എണ്ണം അല്ലെ, 3 ആയിട്ട് തിരിക്കാം. നോക്കാം കേട്ടോ. നോക്കിയേ, 3 എണ്ണല്ല, 1 2 3. ഓക്കെ, ഒന്നാമത്തെ ഏതാന്ന് നോക്കിയേ, which test they categorized into 3 broad categories. 4 എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നേക്കുന്ന കേട്ടോ, അതാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. 3 എണ്ണം ഉള്ളൂ, നമുക്ക് അവിടെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എത്രയാണ്? ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, ആ ടെസ്റ്റുകളുടെ ഉപയോഗ രീതി അനുസരിച്ച് നമുക്ക് എത്രയായി തിരിക്കാം? 3 ആയിട്ട് തിരിക്കാം. 3 ആയിട്ട് തിരിക്കാം, ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ ടെസ്റ്റ് ഇത് എന്തിന്റെ ബേസിലാണ്? ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തില്, ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഇതിന്റെ ടെസ്റ്റുകളെ 3 ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. ഓക്കെ, these tests are done to select apt candidate for a particular job. ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഈ 3 ടെസ്റ്റുകളും നോക്കി വെക്കണം. are done, these selection tests are done എന്തിനു വേണ്ടിയാ? To select the apt candidate. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. എന്തിനു വേണ്ടി? ഫോർ എ പർട്ടിക്കുലർ ജോബ്, ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് സെലക്ഷൻ ടെസ്റ്റ്. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ എന്താ? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്
Under such test, special consideration are given to decide ഒരു പ്രത്യേക പരിഗണന കൊടുക്കുകയാണ് on which the several possible assignment a person will be able to do his best. അതാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇതെന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ എന്താണ് ടെസ്റ്റുകൾ വർക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കൊടുക്കുകയാണ്, ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഒരു വ്യക്തിക്ക് സാധ്യമായിട്ടുള്ള നിരവധി അസൈൻമെന്റ്സുകള് അപ്പൊ എല്ലാവരും ഒരാളുടെ തലയിൽ തന്നെ കെട്ടിവെക്കാതെ എന്താണ് അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്തു പല സാധ്യമായ പല കഷ്ണങ്ങളായിട്ട് വിഭജിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിക്ക് സാധ്യമായ രീതിയിൽ അസൈൻമെന്റ്സുകളില് ഏതാണ് തനിക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എനിക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റൂലേ, അല്ലേ? തന്റെ പരമാവധി എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ക്ലാസിഫൈ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യും. കണ്ടോ, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ അതിൽ എത്രത്തോളം അവർക്ക് അതാണ് ഏതാണ് തന്റെ പരമാവധി ചെയ്യാൻ കഴിയുക എന്ന് തീരുമാനിക്കുന്നതാണ്. ഏറ്റവും പരമാവധി ചെയ്യാൻ പറ്റുന്നത് പല സാധ്യമായിട്ടുള്ള പല സെക്ഷനുകളിൽ നിന്നും അതിൽ എനിക്ക് ഏറ്റവും പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഏതാണ്, അതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് പറയുന്നത്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. പ്ലേസ്മെന്റ് ടെസ്റ്റ്, പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇതിൽ നിന്ന് വേറെ ഇതിലേക്ക് കൊടുക്കുക, പ്ലേസ്മെന്റ് കൊടുക്കുകയാണ് അല്ലെ. ഓക്കെ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്. എന്താ പറഞ്ഞാൽ വ്യത്യസ്ത തരം ജോലിക്ക് പകരം അവിടെ എന്താ പല ലെവലാണ്. ഉണ്ടോ, എന്താ പറഞ്ഞ പല ലെവലില് വർക്ക് ആയിട്ട് കൊടുക്കും, പല ലെവലിലാണ് വർക്ക് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ഇതനുസരിച്ച് പല ലെവലിലാണ് വർക്കുകൾ കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്. ഏതിനേക്കാളും റാദർ ദാൻ ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക്. പല തരത്തിലുള്ള ജോലിയിലേക്കായും എന്താ പല ലെവലിലാണ് കൊടുക്കുന്നത്. ലെവല് വ്യത്യാസപ്പെടുന്നു. അതായത് എന്താ പറഞ്ഞത്, ഒരു ലെവല് കഴിഞ്ഞ അടുത്ത ലെവല്, അങ്ങനെ അടുത്ത ലെവല്. അതായത് അപ്പൊ നമ്മൾ എന്നും ഒരേ രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബോറടിക്കൂലേ, ഇല്ലേ? എന്നും ഒരേ പൊസിഷൻ അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കും, നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ മടുക്കും. അപ്പൊ നമ്മൾ പതുക്കിയാവും, അല്ലെ? എന്നാലും ഇപ്പൊ ഒരു ഇത് കൊടുത്തു, ഇനി നാളെ വരുമ്പോ വേറെ ലെവല് വർക്കാണെങ്കിൽ അല്ലെ, അടുത്ത ലെവൽ കൊടുക്കുമ്പോഴാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ നമുക്ക് മറ്റു കാര്യം വേറെ ഇത് ചെയ്യാൻ പുതുമയ്ക്ക് നമുക്ക് ഇഷ്ടമാണ് അല്ലെ, പുതുമ ചെയ്യാനായിട്ട് തോന്നും. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാനും തോന്നും. അതിനു വേണ്ടിയുള്ളതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പല വർക്ക് കൊടുക്കാതെ പല ലെവല് കൊടുക്കാം. ഒന്ന് എഴുതി വെച്ചാൽ പല വർക്കുകൾ കൊടുക്കാതെ പല ലെവല് കൊടുക്കാം, പല ലെവലാക്കി കൊടുക്കാൻ. പല ലെവലിലാണ് നോക്കിയേ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്. പല ലെവലായിട്ട് വർക്ക് കൊടുക്കണം. റാദർ ദാൻ ഏതിനേക്കാളും പല തരത്തിലുള്ള ജോലിക്ക് പകരം. ഓക്കെ, പല തരത്തില് ജോലി കൊടുക്കുന്നതിന് പകരം പല ലെവലിലായിട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, അത് മൂന്നെണ്ണം നോക്കി വെക്കാം. ഇനി ഒന്ന് നോക്കിയേ, പിന്നെ അത് റിപ്പീറ്റ് ചെയ്താ വന്നേക്കണേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ എന്നൊന്ന് നോക്കി അവിടെ. പിന്നെ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് തന്നേക്കണുണ്ടോ? രണ്ടാമത്തെ ടെസ്റ്റിൽ അങ്ങനെ തന്നെയാണോ? ഞാനിവിടെ ഷെയർ ചെയ്തിട്ടാണോ നോക്കി. അങ്ങനെയാണെങ്കിൽ അത് വെട്ടിക്കളഞ്ഞോ കേട്ടോ. അത് റിപ്പീറ്റ് വന്നേക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട്. കണ്ടോ, അടുത്ത് നോക്കിയ പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട്. അത് രണ്ടും വെട്ടിക്കളയാം. അപ്പൊ 3 മാത്രം പഠിക്കുക. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് വരെ മതി. ക്ലിയർ ആയോ ഞാൻ പറയണേ? മനസ്സിലായി? ഒന്നാമത്തെ സെലക്ഷൻ ടെസ്റ്റ് പറഞ്ഞു, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് പറഞ്ഞു, മൂന്നാമത്തെ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. അത്രയും മതി. അതിന്റെ ആ ഒരു സെന്റൻസ് കൂടി മതി. പിന്നെ അടുത്തത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്നും പ്ലേസ്മെന്റ് ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ്. ആ റിപ്പീറ്റ് ചെയ്തത് നിങ്ങൾ സ്ക്രാച്ച് ചെയ്ത് വെട്ടിക്കളയുക കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്തത് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ടെസ്റ്റിൽ ഇല്ല. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്നതെല്ലാം ആയിരിക്കും കേട്ടോ. ടെസ്റ്റിൽ അതില്ല, അതാ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല.
അടുത്ത നോക്കിയേ, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. അടുത്ത മൂന്നാമത്തെയാണ്. അപ്പൊ ആദ്യത്തെ ബിഹേവിയർ അനുസരിച്ച് പറഞ്ഞു, രണ്ടാമത്തെ ടെസ്റ്റുകളുടെ ഉപയോഗത്തിന്റെ എങ്ങനെയാണ് ആ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, മൂന്നാമത്തെ ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റുകളും ആ പറയുന്നത്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ എന്താ? ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ഇൻ വിച്ച് എ സിംഗിൾ ഇൻഡിവിജ്വൽ ഈസ് ടെസ്റ്റഡ്. ഓരോ വ്യക്തിയുടെയും ഓരോ സിംഗിൾ ഇൻഡിവിജ്വലിനെ ടെസ്റ്റ് ചെയ്യും അറ്റ് എ ടൈം ആൻഡ് ഓൾസോ ഒബ്സർവ് ഹിസ് ബിഹേവിയർ കെയർഫുള്ളി ത്രൂ ദ ടെസ്റ്റിംഗ് പീരീഡ്. കണ്ടോ, ഓരോ വ്യക്തിയെയും ഓരോ സമയവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരുടെ ആ ടെസ്റ്റിന്റെ പരിശോധന കാലയളവിലുടനീളം ഓരോ വ്യക്തിയെയും പരിശോധിച്ചിരിക്കുന്നു. അപ്പൊ അവന്റെ പെരുമാറ്റങ്ങൾ ബിഹേവിയർ നോക്കും. കണ്ടോ, ആൻഡ് ഓൾസോ ഒബ്സർവ് ഹിസ് ബിഹേവിയർ കെയർഫുള്ളി. വളരെ ശ്രദ്ധിച്ച് തന്നെ അവരുടെ ബിഹേവിയറും കൂടി നോക്കും. ഓരോ വ്യക്തികളെയും, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ നോക്കുകയാണ്. കണ്ടോ, ശ്രുതിനെ നോക്കണോ? ഞാൻ ഈ നമ്മുടെ ക്ലാസ്സിന്റെ ഉടനീളം ശ്രുതിനെ ഞാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ അപ്പുറം ഇരിക്കുന്ന കുട്ടി ആമിനയെ ഞാൻ ഇങ്ങനെ നോക്കും. കണ്ടോ, അതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സിംഗിൾ ഇൻഡിവിജ്വലിനെ ടെസ്റ്റ് ചെയ്യാണ്, നിരീക്ഷിക്കുകയാണ്. എങ്ങനെ അവർക്കുടെ അറ്റ് ടൈം അല്ലെ, tested which a single individual is tested at the time and observe the behavior. അവരുടെ ബിഹേവിയർ കെയർഫുൾ ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഇനി ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ എന്താ? Group tests are normally done in a format with an enabled individual to record his own performance. ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ പെർഫോമൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. എന്നാൽ പോലും അത് simultaneously അതിനൊപ്പം തന്നെ given to a member of individual without any special need of observing their behavior. എന്താ, അവരുടെ ആ ഗ്രൂപ്പ് ടെസ്റ്റില് ഇൻഡിവിജ്വൽ ഇൻവോൾവ് ആണെങ്കിൽ പോലും മൊത്തം എന്താ ആ ഗ്രൂപ്പിന്റെ ആണ് അവിടെ നോക്കണേ കേട്ടോ. ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ റെസ്പോൺസ് അറിയിക്കാനുള്ളതുണ്ട്. എങ്കിലും എന്താണ് അവിടെ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ആണ് മൊത്തത്തിൽ ടോട്ടലായിട്ട് വരുന്ന മൊത്തത്തിൽ അങ്ങനെയാണ്. കണ്ടോ, വിത്തൗട്ട് എനി സ്പെഷ്യൽ നീഡ് ഓഫ് ഒബ്സർവിംഗ് ദെയർ ബിഹേവിയർ. അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നതിന്റെ പ്രത്യേക ഇതൊന്നും ആവശ്യമൊന്നുമില്ല. വിത്തൗട്ട് എനി സ്പെഷ്യൽ നീഡ്, അതിന്റെ പ്രത്യേക ആവശ്യമൊന്നുമില്ല. പക്ഷെ ഓരോ ഇൻഡിവിജ്വലിനും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഇൻവോൾവ്മെന്റ് കൂടി നോക്കുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ ഇൻവോൾവ്മെന്റ് കൂടി നോക്കുന്നുണ്ട്. ഇതാണ് ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ റെസ്പോൺസ് അറിയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്താണ് പറയുന്നത്? അവിടെ അവരുടെ ബിഹേവിയർ, ഇൻഡിവിജ്വലിന്റെ ആ ഒരു ബിഹേവിയർ കാര്യങ്ങൾ മൊത്തം ഗ്രൂപ്പിന്റെ ഒരു ഇതാണ് നോക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇൻഡിവിജ്വൽ ടെസ്റ്റിനാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെ എന്ത് ചെയ്യണം? അവരുടെ ബിഹേവിയർ നോക്കും. ഇവിടെ അങ്ങനെ നോക്കൂല. ഓക്കെ, പക്ഷെ അവരതിൽ ഇൻവോൾവ് ആണ്. ഓരോ ഇൻഡിവിജ്വലും അവിടെ ഇൻവോൾവ് ആണെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് ഇന്റർവ്യൂ. എളുപ്പമുള്ള ഒരു കാര്യം കേട്ടോ. നിങ്ങളൊക്കെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഒക്കെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എന്താ ഇന്റർവ്യൂ? ഉണ്ട്, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. യെസ്, ആമിനെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ഇന്റർവ്യൂ ചെയ്യണേ? ഒന്ന് മെസ്സേജ് ചെയ്തോ പെട്ടെന്ന്. എന്താ ഇന്റർവ്യൂ ചെയ്യണേ? നമുക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഒരു 100 പേരുണ്ടാവും ചിലപ്പോ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അല്ലെ. ഇന്റർവ്യൂവിൽ എന്താ ചെയ്യുന്നേ? നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. ഇല്ലേ? ആ ജോലിയുടെ ഭാഗമായിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ അവരെ അസസ് ചെയ്യും അല്ലെ. എന്തൊക്കെയാണ് അവരൊക്കെ നോട്ട് ചെയ്തൊക്കെ എടുക്കും. എന്നിട്ട് നമ്മളത് സെലക്ട് ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ആയി നെക്സ്റ്റ് ഇന്ന ഡേറ്റ് മുതൽ ജോയിൻ ചെയ്യാൻ പറയും. അങ്ങനെയാണ് ശരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഇന്റർവ്യൂ എന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ്സ് എ ഫോർമൽ മീറ്റിംഗ്. ഒരു ഔപചാരികമായിട്ടുള്ള അല്ലെ, ഒരു ഫോർമൽ ആയിട്ടുള്ള കാര്യമാണ്. where one or more person questions, ഒന്നോ അതിലധികമോ ആളുകൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. or assess another person, മറ്റൊരാള് അസസ് ചെയ്യാണ്. ഒരു ഇന്റർവ്യൂർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നോളൂ ആമിനെ? ഇന്റർവ്യൂ എടുക്കാൻ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നോളൂ? അതോ 2-3 പേര് കൂടിയായിരുന്നോ ഇന്റർവ്യൂ ചെയ്തേ? അല്ല അല്ലെ, ആവണിട്ടുണ്ടല്ലോ. 2-3 ഇന്റർവ്യൂർമാരുണ്ടാവും അല്ലെ. അവര് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എന്നിട്ട് നമ്മൾ അതിനുള്ള മറുപടി പറയും. അങ്ങനെ ഒരു ഫോർമൽ മീറ്റിംഗ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ.
ഒന്നോ അതിലധികമോ ആളുകൾ ഒരു വ്യക്തിനെ എന്ത് ചെയ്യുന്നു, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവരെ അസസ് ചെയ്യുന്നു. അതാണ് ഇന്റർവ്യൂ. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെലക്ഷൻ ടൂൾ ഈസ് പ്രോബബ്ലി ദ ഇന്റർവ്യൂ. നോക്കിയേ, ഏറ്റവും നമ്മളൊരു സെലക്ഷനുള്ള ഏറ്റവും വലിയൊരു ടൂൾ എന്ന് പറഞ്ഞ ഇന്റർവ്യൂ തന്നെയല്ലേ. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് നമുക്കൊരു ജോലിക്ക് ഒരാളെ നിയമിക്കണം, ഒരു പൊസിഷനിലേക്ക് നിയമിക്കണം. അപ്പൊ നമ്മൾ അവരെ സെലക്ട് ചെയ്യാനുള്ള ഒരു ടൂളല്ലേ അത്, അല്ലേ? ഒരു ടൂളാണത്. നമുക്ക് ഇന്റർവ്യൂ നടത്തി നമുക്ക് അവരെ സെലക്ട് ചെയ്യാം. അപ്പൊ എന്താണ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെലക്ഷൻ ടൂൾ ഈസ് ഏതാണ്? ഈസ് പ്രോബബ്ലി ദ ഇന്റർവ്യൂ. ഒന്ന് അണ്ടർലൈൻ ചെയ്താ കേട്ടോ. ഒരു ഏറ്റവും വ്യാപകമായിട്ട് പ്രോബബ്ലി ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെലക്ഷൻ ടൂൾ ആണ് ഏതെന്ന് പറയുന്നത്? ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോംപ്ലക്സ് സെലക്ഷൻ ടെക്നിക്. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള എളുപ്പമുള്ള ഒരു കാര്യമാണോ? എളുപ്പമുള്ള ഒരു കാര്യമാണോ അത്? ഈ ഒരു 1000 പേരുണ്ടെങ്കിൽ 1000 പേരെ ഇന്റർവ്യൂ നടത്തിയിട്ട് വേണം അതിൽ നിന്ന് നമുക്ക് 2-3 പേരെ സെലക്ട് ചെയ്യാം. ഇതൊരു കോംപ്ലക്സ് സെലക്ഷൻ ടെക്നിക് ആണ്. Since its scope consists of measuring all the relevant characteristics and integrating and classifying all other information about the applicant. വേണ്ടേ? ആപ്ലിക്കന്റിനെ കുറിച്ചുള്ള എല്ലാ പ്രശസ്തമായിട്ടുള്ള സവിശേഷതകളും അല്ലെ എല്ലാം അളക്കുന്നു, എല്ലാം നോക്കൂല്ലേ. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചു വിടുകയാണോ? ആണോ? അല്ല അല്ലെ? അതാ പറഞ്ഞേക്കുന്നത്. ഇതൊരു കോംപ്ലക്സ് സെലക്ഷൻ ടെക്നിക് ആണ്. എന്തുകൊണ്ടാണ്? സിൻസ് ഇറ്റ് സ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് മെഷറിംഗ് ഓൾ ദ റിലവന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലവന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അതിനെ ചോദിച്ച് സംയോജിപ്പിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യാണ്. ഓൾ അതർ ഇൻഫർമേഷൻ about the applicants. എല്ലാ സവിശേഷതകളും അളക്കുകയും ആപ്ലിക്കന്റിനെ കുറിച്ചുള്ള മറ്റെല്ലാ വിവരങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് അതിനെ തരംതിരിക്കുകയും ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം. അതാണ് വീണ്ടും അതിന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം അല്ലെ. എല്ലാവർക്കും ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞിട്ട് വേണം അതിന് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യണം, അതിനെ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഇന്റർവ്യൂ ഈസ് ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അപ്പൊ അതിനകത്ത് ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെലക്ഷൻ ടൂൾ ആണ് എന്നുള്ളത്. അടുത്ത് നോക്കിയേ, ഇന്റർവ്യൂ ഈസ് ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക് which enable the employer to view the total. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇന്റർവ്യൂ ഈസ് ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെലക്ഷൻ ടെക്നിക് ആണ്. പറഞ്ഞില്ലേ, സെലക്ട് ചെയ്യാനുള്ള ഒരു ടെക്നിക് ആണ് അല്ലേ. ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക് which enable the employer to view the total. എംപ്ലോയറിന് മൊത്തമായിട്ട് കാണാൻ കഴിയും അല്ലെ. എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടൂല എംപ്ലോയറിന് അല്ലേ. എല്ലാ വിവരങ്ങളും ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഇന്റർവ്യൂവിൽ അവർക്ക് അറിയാൻ പറ്റും, എംപ്ലോയറിന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇതെന്താണ്? അത് ഒരു സെലക്ഷൻ ടെക്നിക് ആണ്. എല്ലാ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളുടെ ഒരു വ്യൂ, ടോട്ടൽ ആയിട്ടുള്ള ഒരു വ്യൂ എന്ത് ചെയ്യുന്നു? വ്യൂ എംപ്ലോയറിന് കിട്ടുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. നോക്കിയേ, ഇനി അടുത്ത് എന്താ പറഞ്ഞിട്ട്? ഇൻഡിവിജ്വൽ ആൻഡ് ഡയറക്ട്ലി അപ്രൈസ് ഹിം ആൻഡ് ഹിസ് ബിഹേവിയർ. അതിന്റെ ഒപ്പം അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അത് അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് വ്യൂ ദ ടോട്ടൽ ഇൻഡിവിജ്വൽ. മൊത്തത്തിലുള്ള ആ വ്യക്തികളെ കുറിച്ചുള്ള എന്താ പറയാ എല്ലാ ഒരു വിവരങ്ങളും അല്ലെ, ഒരു വ്യൂവും അദ്ദേഹത്തിന് എംപ്ലോയറിന് കിട്ടുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയല്ല അവരുടെ ബിഹേവിയറും ആൻഡ് ഡയറക്ട്ലി അപ്രൈസ് ഹിം ആൻഡ് ഹിസ് ബിഹേവിയർ. അവരുടെ ബിഹേവിയറിനെയും നേരിട്ട് വിലയിരുത്തുന്നു. അപ്രൈസ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക, അസസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അവരുടെ സ്വഭാവങ്ങളും ബിഹേവിയറും അസസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സെലക്ഷൻ ടൂളാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആ സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇന്റർവ്യൂ എന്ന് കൂടി പറയാൻ പറ്റൂലേ? നോക്കിയേ, സെലക്ഷന്റെ ഭാരം കുറയ്ക്കാൻ പറ്റൂലേ അല്ലേ. ഇന്റർവ്യൂ ചെയ്ത് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് സെലക്ഷൻ പ്രോസസ് എളുപ്പമാവില്ലേ, സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പമല്ലേ. അതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളുമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ അതിനകത്ത് നിന്ന് ഏതൊക്കെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. സെക്കൻഡ് പാരഗ്രാഫിൽ ആദ്യത്തെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെലക്ഷൻ ടൂൾ ആണെന്ന് പറയണം, അത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞ ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക് ആണ് അല്ലെ, സെലക്ഷൻ ടെക്നിക് ആണ് എന്നുള്ളതും അതും കൂടി അണ്ടർലൈൻ ചെയ്യും. ഇനി നോക്കിയേ, ആൻ ഇന്റർവ്യൂ അറ്റംപ്റ്റ്സ് to secure a maximum amount of information from the candidates concerning his suitability for the job under consideration. An interview attempts to secure a maximum amount of information from the candidates. Kando candidates ninnu alle endana concerning his suitability for the job under consideration. അതായത് നമുക്ക് ആ ഒരു ജോലിയിലെ ആ ജോലിക്ക് കാൻഡിഡേറ്റ്സിന് നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ അനുയോജ്യതയെ സംബന്ധിച്ച് അവര് സ്യൂട്ടബിൾ ആണോ അതില് അല്ലെ, സ്യൂട്ടബിലിറ്റി ആണ് നോക്കുന്നത്. ആ ജോലിക്ക് അവര് സ്യൂട്ടബിൾ ആണോ അല്ലെ, അവരുടെ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ പരമാവധി വിവരങ്ങൾ നേടിയെടുക്കാൻ ഇന്റർവ്യൂവിന് കഴിയും. ഇന്റർവ്യൂ അറ്റംപ്റ്റിലൂടെ അതായത് ആ കാൻഡിഡേറ്റ്സിന്റെ മാക്സിമം വിവരങ്ങള് അല്ലെ, സെക്യൂർ എ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ കാൻഡിഡേറ്റ്സിൽ നിന്ന്. നിങ്ങളോട് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു ആമിന? ഇന്റർവ്യൂവിന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു ഓർമ്മയുണ്ടോ? എത്ര ക്വസ്റ്റ്യനാ ചോദിച്ചേ? ഇനി ആരാ പറഞ്ഞേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ആവണിയാണോ? എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു? ഏകദേശം 5 or 6 അത്രേ ചോദിച്ചോളൂ. അവനോട് 5-6 ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ എന്താ പറയാ, നമ്മളത് പല ടൈപ്പ്. അവനോട് എത്ര 10 ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. അതായത് നമ്മൾ എന്താ പറയാ, ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന അല്ലെ ആ ജോലിയിലേക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് അറിയണം. പിന്നെ ഒരു മാനേജറിന്റെ ഒരു പോസ്റ്റാണ് അവിടെ ഉള്ളത്, അതിലേക്ക് ആ ഇന്റർവ്യൂ നടക്കുന്നത്. ആ മാനേജറിന്റെ പോസ്റ്റിൽ ഇരിക്കാനായിട്ട് ആ കുട്ടി ആ കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിക്കണ്ടേ. ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നെക്സ്റ്റ് എന്താ ക്വാളിഫിക്കേഷൻ ചോദിച്ചു. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പൊ അതിന് എല്ലാ ഡീറ്റെയിലും കിട്ടിയില്ലേ? കണ്ടോ, മാക്സിമം ഇൻഫർമേഷൻ കിട്ടിയില്ല. ആ സെൽഫ് ഇൻട്രൊഡക്ഷനിലെ പേര്, വീട്ടില് ആരൊക്കെയുണ്ട്, ഫാമിലിനെ കുറിച്ച് അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ സെൽഫ് ഇൻട്രൊഡക്ഷനിലും അവിടെ വന്നു. അതാ പറഞ്ഞിരുന്നത്, ഒരു മാക്സിമം ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ ഇന്റർവ്യൂവിലൂടെ കഴിയും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അത് എന്തിനു വേണ്ടിയിട്ടാ? ആ കുട്ടി ആ പർട്ടിക്കുലർ ജോബിന് അത് സ്യൂട്ടബിൾ ആണോ എന്ന് തീരുമാനിക്കാനാണ് അല്ലെ. കൺസേണിങ് പരിഗണനയുള്ള ജോലിയിലേക്ക് കാൻഡിഡേറ്റ്സിന് അനുയോജ്യതയെ സംബന്ധിക്കുന്ന പരമാവധി വിവരങ്ങൾ കൊടുക്കാനായിട്ട് ഇന്റർവ്യൂവിന് കഴിയും. അറ്റൻഡൻസ് കൂടി നോക്കിപ്പോ. ഇനി പല ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പല തരത്തിലുള്ള ഇന്റർവ്യൂസുകൾ. ഫസ്റ്റ് ആണ് പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇത് പഠിക്കണം കേട്ടോ, എല്ലാവരും ഒന്ന് നോക്കി വെക്കണം. അത് ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ ആണെന്ന് ചോദിക്കാം. പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചേർഡ് അതേ ഒരു പാറ്റേണിലാണ്. എന്താ നല്ല പാറ്റേൺ ആയിരിക്കും. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? Such interview are also called standardized interview. ഇത് സ്റ്റാൻഡർഡൈസ്ഡ്, നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താ? ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് വെച്ചാൽ എന്താ? ബിക്കോസ് ദേ ആർ പ്രീ പ്ലാൻഡ്. അവർ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. പ്രീ പ്ലാൻഡ് ആണ്. കണ്ടോ? To a high degree of accuracy and precision. High degree accuracy, കൃത്യതയുണ്ട്, ഉയർന്ന അളവിലുള്ള കൃത്യതയും. precision എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയും. കൃത്യതയും സൂക്ഷ്മതയും. accuracy കൃത്യതയും സൂക്ഷ്മതയും, precisions. അപ്പൊ അത്രയും ശ്രദ്ധിച്ച് അത്രയും കൃത്യമായി അവര് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചേക്കും. അവിടെ ഇത്ര ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. അതാണ് എന്ത്? സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ പാറ്റേൺഡ്. ആ പർട്ടിക്കുലർ പാറ്റേണിൽ അത് പോകുള്ളൂ. 10 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണെങ്കിൽ 10 ക്വസ്റ്റ്യൻ വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ചോദിക്കും. അതാണ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഇന്റർവ്യൂ ആണെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ആണ് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ്. അവിടെ എന്താ നമ്മൾ പറയണ്ടേ?
പ്രീ പ്ലാൻഡ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻകൂട്ടി, അല്ലാതെ ആ ഇന്റർവ്യൂവർ വന്നിരുന്നിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. ഓൾറെഡി അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നല്ല നല്ല അടക്കം ചിട്ടിയായിട്ട് നല്ല സ്ട്രക്ചേർഡ് ആണ്. കിട്ടിയോ ഫസ്റ്റത്തെ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. പ്രീ പ്ലാൻഡ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തേക്കാം. ഇനി രണ്ടാമത്തെ നോക്കിയേ, നോൺ ഡയറക്റ്റീവ് ഓർ ഫ്രീ ഇന്റർവ്യൂ. നോൺ ഡയറക്റ്റീവ് പ്രത്യേക ഡയറക്ഷൻ ഒന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്, ഫ്രീ ഇന്റർവ്യൂ ആണ്. അതെന്താ? ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സ്ട്രക്ചർ. അതിന് പ്രത്യേക സ്ട്രക്ചർ ഇല്ല. കണ്ടോ? ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സ്ട്രക്ചർ ആൻഡ് ഈസ് റിലേറ്റീവ്ലി നോൺ പ്ലാൻഡ്. പ്ലാൻഡ് അല്ല, അത് മുൻകൂട്ടി ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നും ഏതൊക്കെ ആ ക്വസ്റ്റ്യൻ ഒന്നും അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല അവര്. കണ്ടോ? As to format, in such an interview, the applicant is asked some very general questions. എന്താ ചോദിക്കുന്നേ? ആപ്ലിക്കന്റിനോട് ഇന്റർവ്യൂവിൽ എന്താ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. And he may reply. അവരതിന് മറുപടി എങ്ങനെയാ പറയുന്നത്? To these in any way he likes for a considerable length of time. കണ്ടോ? അവരോട് പൊതുവായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള അത് ഇതൊന്നുമില്ല, ഫോർമാറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, അവർക്ക് ഇഷ്ടമുള്ള വിധത്തില് ഗണ്യമായ സമയത്തേക്ക് അവർക്ക് അതിന് മറുപടി പറയാം. അതായത് വന്നിരിക്കുന്ന ഓൺ ദ സ്പോട്ട് എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ എന്റെ മനസ്സിൽ എന്താ ചോദിക്കാൻ തോന്നുന്നത് അത് അങ്ങോട്ട് ചോദിക്കും, അല്ലാതെ പ്രത്യേകം മുൻകൂട്ടി ഒന്നും അത് പ്രീ പ്ലാൻഡ് അല്ല. അതാണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓൺ ദ സ്പോട്ട് ആണ്. ഇപ്പൊ എന്നോട് ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞ ഞാനിവിടെ അപ്പൊ മുൻകൂട്ടി എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നോ എന്താണെന്നൊന്നുമില്ല. ഞാൻ വന്നിരിക്കുമ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയാ ചോദിക്കാൻ തോന്നുന്നത് അത് ഫ്രീ ആയിട്ട് തന്നെ ചോദിക്കും. അവര് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ, വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവരതിൽ ഇന്ന ഗണ്യമായ സമയത്ത് അവരത് അതിനുള്ള മറുപടി പറയും. ക്ലിയർ ആയ? രണ്ടാമത്തെ ടൈപ്പ് ഫോളോ ചെയ്യണല്ലേ? ഇവിടെ ഇല്ല, ഇന്റർവ്യൂലേക്ക് വന്നില്ല എല്ലാവരും. എല്ലാവരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോട്ടോ. അതായത് ഒന്നാമത്തെ ടൈപ്പ് നമ്മുടെ കഴിഞ്ഞു. രണ്ടാമത്തെ ടൈപ്പിൽ ഞാൻ കുറച്ച് വന്നു ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇനി മൂന്നാമത്തെ നോക്കിയേ, ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. ഡെപ്ത് കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആട്ടോ. ഡെപ്ത് ആഴത്തിലുള്ളതാ, കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. ഇറ്റ് ഈസ് എ സെമി സ്ട്രക്ചേർഡ് ഇൻ നേച്ചർ ആൻഡ് യൂസ്. സെമി പകുതിയാണ് കേട്ടോ, ഫുള്ള് സ്ട്രക്ചേർഡ് ആയിട്ട് വെച്ചതല്ല, സെമി പകുതി. സെമി സ്ട്രക്ചേർഡ് ആൻഡ് നേച്ചർ ആൻഡ് യൂസ്. This typical subject discussed at such a interviews consist of the candidate's home life. And ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. ഓക്കെ, ഒരു ടിപ്പിക്കൽ സബ്ജക്ട് അത് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഇന്റർവ്യൂ. അപ്പൊ അവരുടെ ഹോം ലൈഫ്, അവരുടെ എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, അതിനോടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ്, എന്റർടൈനിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ. ഉണ്ടാവും ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിനകത്ത് എന്താണ് ടിപ്പിക്കൽ സബ്ജക്ട്, ഈ പറയുന്ന സബ്ജക്റ്റുകളൊക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനോട് കുറച്ചുകൂടി എന്താ പറയാ, ഒത്തിരി ഫോർമൽ അല്ല, കുറച്ചും കൂടി ഡീപ്പായിട്ട് കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അതിനകത്ത് ഏതൊക്കെയാ വന്നേന്നുള്ളത് ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. അവരുടെ ഹോം ലൈഫിനെ കുറിച്ച് ചോദിക്കാം, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ് ചോദിക്കാം, ആപ്റ്റിറ്റ്യൂഡ്, എന്റർടൈനിങ്, ഇൻട്രസ്റ്റ്സ് ആൻഡ് ഹോബീസ്, ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നോക്കി, ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. ഗ്രൂപ്പായിട്ട് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ, അത് ഇന്റർവ്യൂ തന്നെയാണോ നോക്കിയേ. ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് തെറ്റാട്ടോ. ഇന്റർവ്യൂ, ഈ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂല് എന്താ, ഗ്രൂപ്പ്സ് റാദർ ദാൻ ഇൻഡിവിജ്വൽസ് ആർ ഇന്റർവ്യൂസ്. ഏതിനാ? ഗ്രൂപ്പിനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതായത് ഒരു ടീം വർക്ക് പോലെ. ഇപ്പൊ ഒരു എന്താ ഒരു പർട്ടിക്കുലർ ജോബ്, അതൊരു 10 പേര് ചെയ്യേണ്ടതാണെങ്കിൽ 10 പേരെ നിരത്തി അവിടെ എന്നിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതല്ലാതെ ഓരോ ഇൻഡിവിജ്വലിനെ അല്ല ചെയ്യുന്നത്. ആ ഒരു ടീം വർക്ക് പോലെ ആ ഒരു ടീമിനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. In this type of interview, groups rather than individuals are interviewed. അവിടെ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ അല്ല അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്,
ഒരു ഗ്രൂപ്പിനെയാണ് 10 പേരെയും ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻ ഇന്റർവ്യൂ. ഒരു ഡിസ്കഷൻ പോലെ 10 പേരെയും ഒരുമിച്ച് ഇരുത്തിയിട്ട് ഒരാൾ അവിടെ നിന്ന് ഇന്റർവ്യൂ ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്കി അടുത്തത്. അടുത്ത ടൈപ്പ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. In this type of interview, a candidate is interviewed by a number of interviewers. അത് മാറിപ്പോയത് കേട്ടോ. അത് രണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേ. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂല് എന്താ? In this type of interview, ഈ ടൈപ്പ് ഇന്റർവ്യൂല് a candidate is interviewed. കാൻഡിഡേറ്റിനെ ആരെ ഇന്റർവ്യൂ ചെയ്യുന്നത്? By a number of interviewers. കുറെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവിടെ. ഇവിടെ 10 പേര് ഇന്റർവ്യൂ ചെയ്യാനുണ്ടാവും, ഇന്റർവ്യൂ ചെയ്യാൻ. പക്ഷെ ഒരു ഇൻഡിവിജ്വലിനെ ആയിരിക്കും. മനസ്സിലായോ? അത് തിരിച്ചാ വരുന്നത് കേട്ടോ. ആ ഡിഫറൻസ് ഒന്ന് നോക്കാം. കുറെ ഇന്റർവ്യൂർമാരെ നിന്നുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിനെ, ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യും. അതാണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. ഒരു ബോർഡാണ്. ആ ബോർഡിൽ ചിലപ്പോ 10 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ 10 പേരും കൂടിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് രണ്ടും ക്ലിയർ ആണോ എന്നൊന്ന് നോക്കിയേ. ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെയാണ്. അവിടെ കുറെ കുട്ടികൾ ഉണ്ടാവും. 10 ടീമിനെ ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യും. ഇവിടെയോ പാനൽ അല്ലെങ്കിൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അങ്ങനെ നോക്കാലോ, ഒരു ബോർഡാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ബോർഡിൽ 10 മെമ്പർമാരുള്ള ഒരു ബോർഡാണെങ്കിൽ ആ 10 പേരും കൂടിയാണ് ആ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. രണ്ടും ക്ലിയർ അല്ലേ? ഓക്കെ ആക്കി വെക്കാട്ടോ. ഇനി അടുത്തത് നോക്കിയാൽ ലാസ്റ്റത്തെ സ്ട്രെസ് ഇന്റർവ്യൂ. ആ പേരിൽ തന്നെ അറിയാലോ, സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ആണ് അല്ലേ? നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ട് ചെയ്യുന്നതാണ്, ഫ്രീ ആയിട്ടൊന്നും അല്ല. നോക്കിയേ, ഇൻ ദി സ്ട്രെസ് ഇന്റർവ്യൂ ദ ഇന്റർവ്യൂവർ. ഇന്റർവ്യൂവർ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്റർവ്യൂവർ ആരാ? ഇന്റർവ്യൂ ചെയ്യുന്ന ആള്. ഇന്റർവ്യൂവർ അണ്ടർടേക്ക് അൺഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. അവര് ഭയങ്കര ഹാർഡായിട്ട്, ഈ ഭയങ്കര നമ്മളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആള് ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കണം കേട്ടോ. അൺഫ്രണ്ട്ലി ആണ് റോൾ ടുവേർഡ്സ് ആപ്ലിക്കൻസ്. കണ്ടോ, ആപ്ലിക്കൻസിനോട്, ആ കാൻഡിഡേറ്റ്സിനോട് എങ്ങനെ അൺഫ്രണ്ട്ലി ആയിട്ടായിരിക്കുന്നത്? അൺഫ്രണ്ട്ലി, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ്. അങ്ങനെയാണ് എന്താണ് ഇന്റർവ്യൂവർ പെരുമാറുന്നത്. ഹി ഡെലിബറേറ്റ്ലി പുട്സ് ഹിം ഓൺ ദ ഡിഫൻസീവ് ബൈ ട്രൈയിങ് ടു അനോയ്. അനോയ് എന്ന് വെച്ചാൽ എന്താ? ശല്യപ്പെടുത്തുക, ശല്യപ്പെടുത്തുക. അടുത്തത് എംബാറാസ്. EMBARRASS. എംബാറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ ഒരു നാണം കെടുത്തുന്ന രീതി, നാണം കെടുത്തുക, ലജ്ജിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓർ ഫസ്ട്രേറ്റ്. ഫസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പറയുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നത് ഇന്റർവ്യൂവർ. അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ നാണക്കെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ. അങ്ങനെയാണ് അയാൾ മനഃപൂർവ്വം അങ്ങനെ ആ കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു ഇതിലേക്ക് വരും. എന്തിനാണോ അങ്ങനെ ചെയ്യണേ? This is done in order to find out how a candidate behave in a stress situation. കണ്ടോ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റ്സ് ആ സ്ട്രെസ് സിറ്റുവേഷൻസിൽ എങ്ങനെ ബിഹേവിയർ ചെയ്യും? ഇപ്പൊ കമ്പനിയാണല്ലേ, ആ ഒരു കമ്പനിയിലേക്കാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവിടെ പല സ്ട്രെസ് കാര്യങ്ങളും വരാം അല്ലെ? സ്ട്രെസ് ഉണ്ടാവും നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ കാൻഡിഡേറ്റ്സ് പതറിപ്പോകാതെ ആ സ്ട്രെസ് സിറ്റുവേഷൻസിൽ കാൻഡിഡേറ്റ്സ് എങ്ങനെ ബിഹേവിയർ ചെയ്യും അത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ വേറെ അയാൾക്ക് ആ കാൻഡിഡേറ്റ്സിനോട് വേറെ ദേഷ്യമൊന്നും ഇല്ല, ആപ്ലിക്കന്റിനോട് വേറെ ദേഷ്യമായിട്ടൊന്നും അല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ? അങ്ങനെ ആ കമ്പനി പല സ്ട്രെസ് സിറ്റുവേഷൻസും അനുഭവിക്കേണ്ടി വരാം. അപ്പൊ അങ്ങനെയുള്ള സ്ട്രെസ് സിറ്റുവേഷൻസിൽ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെ അതിനെ ബിഹേവ്, അങ്ങനെ എങ്ങനെയായിരിക്കും അവരുടെ പെരുമാറ്റം? Whether he loses his temper, get confused or frightened. കണ്ടോ, അവൻ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അവരുടെ ടെമ്പർ എന്ന് വെച്ചാൽ കോപം അല്ലെ? കോപം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ഗെറ്റ്സ് കൺഫ്യൂസ്ഡ്, അവര് കൺഫ്യൂഷൻ ഇതാവുന്നോ, അല്ലെങ്കിൽ ഫ്രൈറ്റൻ, പേടിപ്പെടുത്തുന്നോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ആകുമോ?
അല്ലെങ്കിൽ അവര് പേടിയായിട്ട് ഇങ്ങനെ പതറി നിൽക്കുവോ? അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ, അങ്ങനെയുള്ള ഒരു സ്ട്രെസ് സിറ്റുവേഷൻസിൽ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെ ആ ഒരു ഇതിനെ തരണം ചെയ്യും? ദേഷ്യപ്പെടുകയാണോ, അല്ലെങ്കിൽ അവര് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണോ, അല്ലെങ്കിൽ പേടിപ്പെട്ട് നിൽക്കുവാണോ? അങ്ങനെയൊക്കെ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാണ് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ടൈപ്പ് കിട്ടിയോ? അപ്പൊ അതിനകത്ത് ഇത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, രണ്ടാമത്തെ നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ, മൂന്നാമത്തെ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ, നാലാമത്തെ ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ, അടുത്ത പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ, അടുത്തത് സ്ട്രെസ് ഇന്റർവ്യൂ. പിന്നെ അതിനകത്ത് നമ്മൾ ആ രണ്ടാമത്തെ നോൺ ഡയറക്റ്റീവ് എന്നുള്ളതിൽ അത് ഒന്ന് നോക്കാം കേട്ടോ. അതിന്റെയൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക കേട്ടോ. ക്ലിയർ ആയില്ലേ അത്രയും കാര്യങ്ങള്? ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ ആണ് പ്രമോഷൻ. കേട്ടിട്ടില്ല അങ്ങനെ ഒരു വേർഡ്? നിങ്ങൾക്കും കേട്ടിട്ടുണ്ടാവും അല്ലെ? എനിക്ക് പ്രൊമോഷൻ ആയിട്ടോ. അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ ചോദിക്കും ചെലവ് തന്നില്ലല്ലോ എന്ന് ചോദിക്കും അല്ലെ? ആർക്കെങ്കിലും ഒക്കെ ജോലിയിലൊക്കെ ഉള്ളവര് പറയാറുണ്ട് പ്രൊമോഷൻ ആയിരുന്നു. എന്താ പ്രൊമോഷൻ എന്ന് പറയുന്നത്? എന്താ പ്രൊമോഷൻ ഉദ്ദേശിക്കുന്നത്? എ പ്രൊമോഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി ടു എ ജോബ് which place more money or one that carries some preferred status. അതായത് അവരെ പ്രൊമോഷൻ ആയിട്ട് പറഞ്ഞ അപ്പൊ അവര് നിൽക്കുന്ന ലെവല്, അതിൽ നിന്ന് ഹയർ ലെവലിലേക്കുള്ള ഒരു സ്ഥാന കയറ്റമാണ് പ്രൊമോഷൻ. എന്താണ്? ഒരു സ്ഥാന കയറ്റമാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത കേട്ടോ. ഡാഷ് മീൻസ് എ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ആണ് അവര്. അതായത് എങ്ങനെയാണുള്ളതാണ്? ട്രാൻസ്ഫറും പ്രൊമോഷനും വ്യത്യാസമുണ്ട് കേട്ടോ. അത് ട്രാൻസ്ഫർ താഴെ പഠിക്കണ്ട്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിൽ നിന്ന് സ്ഥാനക്കയറ്റം. ഇപ്പൊ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു, അയാള് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി മാനേജറായി. മനസ്സിലായോ? അതായത് ആ പൊസിഷൻ മാറുകയാണ് അവിടെ. അപ്പൊ അവർക്കടെ പർട്ടിക്കുലർ ജോബ് മാറും, സാലറി കൂടൂലേ? പ്രൊമോഷൻ ആയി കഴിയുമ്പോ പണ്ടത്തെ സാലറി ആണോ? സാലറി കൂടും, അവർക്കടെ ഉത്തരവാദിത്തങ്ങൾ കൂടും. അങ്ങനെ ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് മാറുകയാണ് കേട്ടോ. അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഉണ്ടോ? അങ്ങനെ നോക്കിയേ. അപ്പൊ അവർക്ക് കൂടുതൽ ഇൻകം കൂടും, അവർക്ക് സാലറിയിൽ കൂടും. നേരത്തെ ഒരു 50,000 രൂപയായിരുന്നത് പ്രൊമോഷൻ ആയി കഴിഞ്ഞപ്പോ അത് 80,000 രൂപയായി മാറി. കണ്ടോ? സാലറി കൂടും അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് മുൻഗണന നൽകുന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു ജോലിയിലേക്കോ ഒക്കെ അവർ മാറ്റുകയാണ്. അതാണ് പ്രൊമോഷൻ. The normally policy is to take on merit into consideration, sometimes length of service. Okay, അതിനകത്ത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അവിടെ. കൺസിഡറേഷൻ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? സംടൈംസ് ലെങ്ത് ഓഫ് ദ സർവീസ്, ആ സർവീസിന്റെ ലെങ്ത്, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ്, ആ കംപ്ലീറ്റ് ചെയ്ത ട്രെയിനിങ് കോഴ്സ്, പ്രീവിയസ് വർക്ക്, മുന്നുള്ള വർക്ക് എക്സ്പീരിയൻസ് എക്സെട്ര ആർ ദ ഫാക്ടേഴ്സ് which are given weight while deciding a promotion. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊമോഷനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാൻ നമ്മള് പ്രൊമോഷൻ തീരുമാനിക്കുമ്പോൾ പ്രാധാന്യം നൽകുന്ന ഘടകങ്ങൾ. ആ ഫാക്ടേഴ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സർവീസിന്റെ ലെങ്ത് നമ്മൾ പറയില്ലേ, സീനിയോറിറ്റി കൂടുമ്പോൾ അവിടെ പ്രൊമോഷൻ കൊടുക്കും. 20 വർഷമായി സർവീസിൽ ഇരിക്കുന്നു, അപ്പൊ ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്, ഉയർന്ന പൊസിഷന്. പോലീസിലൊക്കെ അങ്ങനെയല്ലേ, ആദ്യം കോൺസ്റ്റബിൾ ആയിട്ട് കയറും, എന്നിട്ട് നമ്മൾ നോക്കിയേ അല്ലെ, ഓരോ സീനിയോറിറ്റി ഇത് കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവര് ഓരോ ഇതിലേക്ക് ഇൻസ്പെക്ടർ അങ്ങനെ 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 ഓരോ ഇതായി മാറൂലേ? എല്ലാത്തിനും അങ്ങനെയാട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ സർവീസ്, ലെങ്ത് ഓഫ് ദ സർവീസ്, ആ സർവീസിന്റെ ലെങ്ത് കൂടുമ്പോൾ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റിയ ഒരു ഫാക്ടർ അല്ലേ? അല്ലേ? ആണോ? എഡ്യൂക്കേഷൻ, അടുത്ത് നോക്കി, എഡ്യൂക്കേഷൻ കൂടുതലുണ്ട്. ഇപ്പൊ ഞാനൊരു ഇത് ചെന്നു, അവിടെ ചെന്ന് എനിക്ക് ആദ്യം ഒരു ജോലിയായിരുന്നു തന്നെ, പക്ഷെ അവര് എന്റെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ തോന്നുമ്പോഴും അവിടെ ഒരു വേക്കൻസി വന്നു, ഉയർന്ന ഒരു പോസ്റ്റ് വന്നു. അവിടെ എന്റെ ബയോഡാറ്റ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിലേക്ക് എനിക്ക് എന്നെ എന്ത് ചെയ്യും, പ്രൊമോഷൻ തരും എനിക്ക് അല്ലെ? ആദ്യം നിന്ന ജോലിയിൽ നിന്ന് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് എനിക്ക് അവിടെ എനിക്ക് എഡ്യൂക്കേഷൻ കൂടുതലുണ്ട്, അപ്പൊ അതുകൊണ്ട് ആ ഉയർന്ന പൊസിഷനിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്യും.
ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ട്രെയിനിങ് കോഴ്സ്, പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി. ഇനി നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, അവിടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെ. ഞാനൊരു 10 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ചെല്ലുകയാണെങ്കിൽ എനിക്ക് അവിടെ എന്താ പ്രൊമോഷന് എന്താ പറയാ ചാൻസ് ഇല്ലേ അല്ലെ. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പ്രൊമോഷൻ തീരുമാനിക്കുമ്പോൾ പ്രാധാന്യം നൽകുന്നതാണ്. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ അതെല്ലാരും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ല? അപ്പൊ പ്രൊമോഷൻ എന്തായാലും മനസ്സിലായല്ലോ, പ്രൊമോഷൻ മനസ്സിലായില്ലേ? അതായത് ഒരു ലെവലിൽ നിന്ന് അവരെ ഉയർന്ന ലെവലിലേക്ക് മാറ്റാണ്. അപ്പൊ ജോലി വ്യത്യാസം വരുന്നുണ്ട്, അതനുസരിച്ച് സാലറിയിലും വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ്. ഇനി രണ്ടാമത്തെയാണ് ഡിമോഷൻ. DEMOTION. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ മലയാളം? തരം താഴ്ത്തൽ. അവർ താഴ്ത്താണ്, താഴേക്ക് മാറ്റുക കേട്ടോ. ഡിമോഷൻ, തരം താഴ്ത്തൽ. Demotion means the lowering down of the status. അവരുടെ നിലയിലും താഴേക്ക് മാറ്റുക. ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട്, പണിഷ്മെന്റ് ഒക്കെ കിട്ടൂലേ? സർവീസിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കുരുത്തക്കേടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്കൊരു പണിഷ്മെന്റ് ആയിട്ട് അവര് താഴേക്ക് എടുത്തിടും. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്കല്ല കേട്ടോ, വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അങ്ങനെ. ഓക്കെ, അപ്പൊ എന്താ ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ദ സ്റ്റാറ്റസ്. അപ്പൊ അവരുടെ നില മാറും, ആ പൊസിഷൻ മാറും, താഴേക്കാകും, സാലറിയിൽ വ്യത്യാസം വരും, ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് എംപ്ലോയി ഇതിലൊക്കെ വ്യത്യാസം വരും. Demotion serves a useful purpose in the sense that they keep the employee vigilant and alive to their responsibilities and duties. ഇതെന്താണ് ഈ എന്താ പറയാ ഡിമോഷൻ എന്തിനെ കാണിക്കുന്നത്? എന്ത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് നോക്കിയേ. അതായത് അവർ ആ ജോലിയിൽ വിജിലന്റ് ആയിരിക്കണം അല്ലെ. വിജിലന്റ് ആയിട്ടും അവർ ഉത്തരവാദിത്വത്തോടുകൂടി കടമകൾ ചെയ്യണം. അങ്ങനെ ഒരു പർപ്പസ് ഉണ്ട്. ഇനി എന്തെങ്കിലും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ശരിയായിട്ടില്ല അല്ലെ, അവര് ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ഡിമോഷൻ കിട്ടും. അപ്പൊ പ്രൊമോഷൻ ആയിരിക്കില്ല, എന്താ കിട്ടുക? ഡിമോഷൻ ആയിരിക്കും അല്ലെ. അവരെ തരം താഴ്ത്തുന്നു. അതായത് സ്റ്റാറ്റസ്, സാലറി, റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം താഴാണ്, അത് ലോവർ ലെവലിലേക്ക് മാറാണ്. അതാണ് ഡിമോഷൻ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഡിമോഷൻ, ഡിമോഷൻ അണ്ടർലൈൻ ചെയ്തോ? ഇനി അടുത്തതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ ഡിമോഷൻ സർവീസിൽ നമ്മൾ ഡിമോഷൻ കൊടുക്കണതിന്റെ ഒരു യൂസ്ഫുൾ എന്താ? ആ എംപ്ലോയി എന്ത് ചെയ്യണം? എപ്പോഴും വിജിലന്റ് ആയിരിക്കണം അല്ലെ, ജാഗ്രതയോടുകൂടി ഇരിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ പാടില്ല. മിസ്റ്റേക്ക് വന്നാൽ ഡിമോഷൻ ആയില്ലേ, താഴേക്ക് മാറ്റും. ചെറിയ കാര്യമല്ല കേട്ടോ, എന്ത് വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോ. ആൻഡ് ലേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസ് അലൈവ് ടു ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി. അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടീസ് ഇതെല്ലാം അവര് എന്താണ് കടമകളെല്ലാം അവർ കൃത്യതയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ്. അതിന് ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് അങ്ങനത്തെ ഒരു ഇത് കൊടുക്കണേ അല്ലെ. അല്ലെങ്കിൽ അവർക്ക് എന്താ, അപ്പൊ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം മാറ്റമൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടായോ, എനിക്ക് താഴെ പൊസിഷനിലേക്ക് ഞാൻ പോകുമോ, അല്ലെങ്കിൽ താഴേക്ക് എന്നെ മാറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചൊക്കെ ചെയ്യൂല അതൊക്കെ. അവരുടെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, അവര് ആ ഒരു ഇതിനോടുള്ള ഇതൊക്കെ അവര് ഒരു വളരെ ജാഗ്രത ആയിട്ട് തന്നെ അല്ലെങ്കിൽ നല്ല ഉത്തരവാദിത്തോടു കൂടി തന്നെ അവർ ചെയ്യും. ആരും ഇഷ്ടമല്ല അല്ലെ. നമ്മളിപ്പോ ഒരു 50,000 രൂപ കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് താഴേക്ക് മാറ്റി 10,000 രൂപ സാലറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാവോ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചൊക്കെ ചെയ്യും. ഇനി മൂന്നാമത്തെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ എന്താ? ട്രാൻസ്ഫർ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ട്രാൻസ്ഫർ ആയി, ഞാൻ ട്രാൻസ്ഫർ ആയിട്ടോ എന്ന് പറയും. എന്താ ട്രാൻസ്ഫർ പ്രൊമോഷൻ തമ്മിലുള്ള വ്യത്യാസം? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെന്റ് ആണ്. ഞാൻ ഏത് പൊസിഷനിലായിരുന്നോ ആ പൊസിഷനിൽ തന്നെയാണ്, പക്ഷെ വേറെ ഇതിലേക്ക് ഇടുന്നു മാത്രം. മനസ്സിലായോ? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അവിടെ സാലറി ഒന്നും മാറൂല. സാലറി ഒക്കെ അതേ സാലറി തന്നെ എനിക്ക് കിട്ടുള്ളൂ. പ്ലേസ് മാറിപ്പോവും. ശരി, ഓക്കെ നിഷ, പ്ലേസ് മാറിപ്പോകും അല്ലേ. അതൊരു മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞാണ്ടോ. എ ട്രാൻസ്ഫർ ഈസ് എ ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ മൂവ്മെന്റ്. കേട്ടോ, ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം one job, section, department or position to another at the same or another place.
സെയിം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തിലേക്ക് കണ്ടോ വേർ ഹിസ് സാലറി സ്റ്റാറ്റസ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ആർ ദ സെയിം. നോക്കിയേ സാലറിയിൽ മാറ്റമില്ല, അവരുടെ സ്റ്റാറ്റസ് അത് തന്നെയായിരിക്കും, എല്ലാം അത് തന്നെയാ, അവരുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ പലരും ജോലിയൊക്കെ കിട്ടിയപ്പോൾ ട്രാൻസ്ഫറിന് കൊടുക്കൂലേ, നമുക്ക് കിട്ടിയത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എന്താ പറയാ പറവൂരാണ്, എനിക്ക് എന്റെ അടുത്ത് ജോലി സ്ഥലത്ത് പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിയൊക്കെ ആകുമ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കും. ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ളടത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പോയി വരാൻ എളുപ്പമല്ലേ അല്ലെ? വല്ല ദൂര സ്ഥലത്തൊക്കെയാണ് നമുക്ക് ആ ജോലി കിട്ടുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ മേടിച്ചെടുക്കാൻ ശ്രമിക്കും അല്ലേ? അപ്പൊ എന്താ നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക. പക്ഷെ എന്താണ് നമ്മുടെ ജോലിയില് നമുക്ക് അല്ലെങ്കിൽ ജോലി സാലറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ആ ജോലി അല്ലെങ്കിൽ ആ സെയിം പോസ്റ്റ് തന്നെയാണ് കേട്ടോ. പോസ്റ്റ് അത് തന്നെ, സാലറി അത് തന്നെ, റെസ്പോൺസിബിലിറ്റി ഒക്കെ അത് തന്നെ. പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. ക്ലിയർ ആയോ? അതാണ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Horizontal or lateral movement of employee from one job section, department or position to another at the same or another place where his salary, status, responsibility എല്ലാം same ആയിരിക്കും. It generally does not consist of a promotion. ഇത് എന്താണ് നോക്കിയേ, ഇറ്റ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് പ്രൊമോഷൻ, ഡിമോഷൻ ഓർ ചാർജ് ഇൻ ജോബ് സ്റ്റാറ്റസ് അതർ ദാൻ മൂവ്മെന്റ് ഫ്രം വൺ ജോബ് ഓർ പ്ലേസ് ടു അനദർ. കണ്ടോ, ഇതൊരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കുള്ള ഒരു സ്ഥാനമാറ്റമോ അതേ പ്രൊമോഷനോ ഡിമോഷനോ ഒന്നും അല്ലാതെ അല്ലെ. സാധാരണ ഇതൊന്നും അതിനൊന്നും അല്ലെങ്കിൽ അതൊന്നും അല്ല, അതിലൊന്നും അവിടെ മാറ്റം വരുന്നില്ല. ഉള്ളി എന്താ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറും, അത് മാത്രം. ട്രാൻസ്ഫർ ആർ ജനറലി, അപ്പൊ ഇതൊന്നും അതിനകത്ത് വരുന്നില്ല എന്നാട്ടെ പറഞ്ഞേക്കണേ. ഇറ്റ് ജനറലി ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് എ പ്രൊമോഷൻ, demotion or a change in job status other than movement from one job or place to another. Then transfers are generally affected to build up a more satisfactory work team. The transfer എന്ന് പറയുന്നത് എന്താ, transfers are generally affected to build up more satisfactory work team. എന്താ, കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ഒരു വർക്ക് ടീമിനെ കെട്ടിപ്പടുക്കാൻ ട്രാൻസ്ഫർ നടത്തുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ട്രാൻസ്ഫർ കൊടുക്കും. എന്താണെന്നറിയോ, ഇപ്പൊ ഞാനേ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇവിടെ ഓഫീസിൽ നിൽക്കുക. അപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ ഉള്ളപ്പോ എന്താ പറയാ, അവിടുത്തെ എല്ലാവരുമായിട്ട് ഞാൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. ഞങ്ങൾ അവിടെ നല്ല കൂട്ടും ഇതൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതൽ ഇതൊക്കെ വരുമ്പോ നമ്മുടെ വർക്കിന്റെ ഒരു ഇച്ചിരി ഇത് കുറയും അല്ലേ, നമ്മൾ കുറച്ചും കൂടി നല്ല ജോലി അടിച്ചൊക്കെ നല്ല അങ്ങനെയൊക്കെ വരും. അപ്പൊ ഒരു ട്രാൻസ്ഫർ കിട്ടി. അപ്പൊ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ അവിടെയുള്ള ആളുകൾ എനിക്ക് പരിചയം ഇല്ല അല്ലെ, എനിക്ക് അവരുമായിട്ട് പരിചയപ്പെട്ടിട്ട് വേണ്ടേ. അപ്പൊ എന്താ, ഞാൻ എന്റെ വർക്കിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറെ വർത്താനത്തിനൊക്കെ പോവാറില്ലേ, ഇവിടെ ഇപ്പൊ ട്രാൻസ്ഫർ കിട്ടി പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോ എനിക്ക് അങ്ങനെ വർത്താനം പറയാൻ എനിക്ക് പരിചയക്കാരൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടണം. അപ്പൊ അങ്ങനെ അതാണ് കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ഒരു വർക്ക് ടീമിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടും ട്രാൻസ്ഫർ നടത്തും. കണ്ടോ, അപ്പൊ അവർക്ക് എന്താ പറയാ, നല്ലൊരു വർക്ക് ടീമിനെ കിട്ടാനായിട്ട്, നല്ലൊരു വർക്ക് ടീമിനെ കെട്ടിപ്പടുത്താനും കണ്ടോ. Transfers are generally affected to build up a more satisfactory work team. നല്ലൊരു വർക്ക് ടീമിനെ കെട്ടിപ്പടുത്താനും ഈ ട്രാൻസ്ഫർ സാധിക്കും. അപ്പൊ 3 കാര്യങ്ങളാട്ടോ, അത് 3 ഒന്ന് നോക്കി വെക്കുക. എന്താണ് പ്രൊമോഷൻ, എന്താണ് ഡിമോഷൻ, എന്താണ് ട്രാൻസ്ഫർ, എന്താണ് ഡിഫറൻസ് മനസ്സിലായല്ലോ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ നിന്ന് ഉയർന്ന പൊസിഷനിലേക്ക് മാറ്റാം, സാലറി ഒക്കെ കൂടും, എല്ലാം കൂടും, അവിടെ സ്റ്റാറ്റസ് നമുക്ക് വ്യത്യാസം ഉണ്ടാവുന്നു, ഉത്തരവാദിത്തങ്ങളുടെ വ്യത്യാസം ഒക്കെ വരും. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ താഴ്ത്തുകയാണ്, തരം താഴ്ത്തുകയാണ്. ഇതൊക്കെ നമ്മൾ ലോവർ കുറയ്ക്കുന്നതാണ്. നമ്മുടെ ഇത് നമ്മൾ നിന്ന നില മാറും, നമ്മുടെ സാലറിയിൽ കുറവ് വരും, റെസ്പോൺസിബിലിറ്റിയിൽ അതൊക്കെ താഴേക്ക് വരികയാണ്, പണിഷ്മെന്റ് പോലെയൊക്കെ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറ്റും. ജോലി സെയിം തന്നെ, ഗ്രേഡ് സ്റ്റാറ്റസ് സെയിം തന്നെ, സാലറി സെയിം തന്നെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇല്ല, എനിക്ക് തൊണ്ട എടുക്കുന്നത് 2 ക്ലാസ് ആയില്ലേ, ഇപ്പൊ 2 മണിക്കൂറായി കണ്ടിന്യൂസ് ഇങ്ങനെ കയറുന്നേ. ആ ക്ലാസ്സിൽ നിന്ന് ഓടി ഇപ്പറ വന്നിരുന്നതാ, ജോലി റെസ്റ്റ് എടുത്തില്ല. 2 മണിക്കൂറായിട്ട് ഇങ്ങനെ ഫുള്ള് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. തൊണ്ട എടുക്കുന്നു. ഓക്കെ, എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ?
ഒരു വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ നമ്മള് പോകണം. ഓക്കെ, പിന്നെ കുറച്ച് എടുത്തോളൂ. ടെസ്റ്റുകൾ പറഞ്ഞു നമ്മള്, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ പറഞ്ഞു. ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, 4 ടെസ്റ്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബേസിസ് ഓഫ് ആ ടെസ്റ്റ് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ 3ആയിട്ടാണ് തിരിക്കുന്നത്. സെലക്ഷൻ ടെസ്റ്റ് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് പറഞ്ഞു, അടുത്തത് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓഫ് ഡിസിഷൻ പറഞ്ഞു. പിന്നെ അടുത്തത് ഇന്റർവ്യൂകളാണ്. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പല തരത്തിലുള്ള ഇന്റർവ്യൂസ്, അതിന്റെ ഓരോന്നും അത്രയും മാത്രം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഏതൊക്കെയാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ എന്താണ് അല്ലെങ്കിൽ നോക്കുക. പിന്നെ നമ്മൾ ഏതാണ് പ്രമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ, ഈ കാര്യങ്ങളെ പറഞ്ഞു. ഓക്കെ ആണോ? എന്നാ ഇനി നമുക്ക് ബാക്കി അടുത്ത വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ച ഉണ്ടല്ലോ, അപ്പൊ എടുക്കാനുള്ള ബാക്കി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, എന്നാ വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? നിങ്ങളൊന്നും സംസാരിക്കാറില്ല കേട്ടോ. ഗ്രൂപ്പൊന്നും മാറ്റാറും കൂടി ഇല്ല. പിന്നെ നിങ്ങൾ അപ്പൊ മെസ്സേജ് ചെയ്ത് തന്നെ ഉണ്ടല്ലോ. നല്ല കുട്ടികളായിട്ട് വേഗം റെസ്പോണ്ട് ചെയ്ത് തന്നെ ഉണ്ട്. ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോ തന്നെ അവിടെ തമ്പിടും യെസ് മാം എന്നൊക്കെ ഇടുന്നതുകൊണ്ടാട്ടോ അടുത്തയിലേക്ക് പോണത്. അപ്പൊ നമ്മൾ വിചാരിക്കും നിങ്ങൾ ഓക്കെ ആണല്ലോ, ഫോളോ ചെയ്യണ്ടല്ലോ, വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല, നല്ല കുട്ടികളായിട്ട് ഓക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ കൊണ്ട് അധികം സംസാരിപ്പിക്കാത്ത. എന്താ പറയാ, വേറെ സംശയമൊന്നുമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അൺമ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്താൽ മതിയല്ലോ. എളുപ്പമുള്ളതാ, ചാപ്റ്റർ ഇത്തിരി ലെങ്തി ആണുള്ളൂ. പറയുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ലെങ്തി ആണ് മാത്രമേ ഉള്ളൂ. അപ്പൊ അന്നന്ന് തന്നെ അത് വായിച്ചു വെക്കാം. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ കേട്ടോ. അന്നന്ന് തന്നെ ഇതിൽ എടുത്ത കാര്യങ്ങൾ ഇന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. കിടക്കണേക്കായി മുന്നേ ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ കണ്ണു അടച്ച പോയി എക്സാമിൽ എഴുതാം. ഒരു ടെൻഷൻ അടിക്കണ്ട. ഇതിപ്പോ നമ്മൾ അന്നൊന്നും വായിക്കാത്ത അത് എക്സാം കഴിയുമ്പോ അറിയാം അല്ലെ. നമ്മൾ ആ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞപ്പോ നമ്മളൊരു തീരുമാനം എടുത്തല്ലേ അന്നന്ന് വായിക്കുന്നു. കുറച്ച് പിള്ളേര് പറഞ്ഞു അന്നന്ന് നമ്മൾ വായിച്ചു വെക്കണവർക്ക് ഓക്കെ ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടാകില്ല. നമ്മളത് ഇങ്ങനെ കൂട്ടി ഇടുമ്പോൾ നമുക്ക് പിഞ്ചിങ്ങുമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ ഒരുമിച്ച് എക്സാമിന്റെ തലോസമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നും. അന്നന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.